ഭജന ഈശോയാണ്. വചനത്തിനെ ആശ്രയിക്കുന്നു. ലൂക്ക 2:52. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യോഹന്നാൻ 3:18. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വചനം യേശുവാണ്. യേശു എന്റെ ദൈവമാണ്. യേശു ആകുന്ന വചനം എല്ലാവരിലും കത്തിപ്പടരട്ടെ. ദൈവമേ, ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. സങ്കീർത്തനം 119:114. വചനത്തിലൂടെ ഈശോയെ വീണ്ടും സ്നേഹിക്കുന്നു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത്. നടപടി പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. കർത്താവിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ദൈവവചനം എന്റെ ജീവിതത്തിൽ മാർഗദീപമാണ്. ആരുടെ വചനം ഞാൻ കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ആരുടെ വചനം ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. സങ്കീർത്തനം 56:10. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:11. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എന്റെ ജീവിതം സുവിശേഷമാകാനും സുവിശേഷമേകാൻ. ഈശോയുടെ വചനം എന്നും എനിക്ക് ജീവിതം. കർത്താവിന്റെ വചനം എക്കാലവും സത്യം. ഈശോയുടെ വചനം ഞാൻ പ്രഘോഷിക്കും. കർത്താവിന്റെ വചനം നിത്യജീവനും എന്റെ ആനന്ദവുമാണ്. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. സങ്കീർത്തനങ്ങൾ 119:130.